നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം മൂവാറ്റുപുഴ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം ഏതാണ്? മൂവാറ്റുപുഴയാണ്, എറണാകുളം ജില്ലയിലാണ്. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടാണ് പ്ലൂട്ടോ. അപ്പോൾ മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടിന്റെ പേരെന്താണ്? പ്ലൂട്ടോ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി എസ് പത്മനാഭൻ. അദ്ദേഹം കേരളീയനായ ആദ്യത്തെ സൈനിക മേധാവിയാണ്. കേരളീയനായ ആദ്യത്തെ സൈനിക മേധാവിയാണ് എസ് പത്മനാഭൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവിയാണ് ആര്? എസ് പത്മനാഭൻ. മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 നേടിയത് ബൈജു ചന്ദ്രനാണ്. അപ്പോൾ മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ബൈജു ചന്ദ്രനാണ്. ജീവിത നാടകം അരുണാഭം ഒരു നാടക കാലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന കൃതിക്കാണ് മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ബൈജു ചന്ദ്രന് ലഭിച്ചത്. 2024 ഓഗസ്റ്റില് പാരീസിൽ നടന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സത്യപ്രകാശ് സാങ്വാൻ. സത്യപ്രകാശ് സാങ്വാൻ ഇന്ത്യൻ പാരാലിമ്പിക്സിന്റെ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആണ്. സത്യപ്രകാശ് സാങ്വാൻ 2024 ഓഗസ്റ്റില് പാരീസിൽ നടന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സത്യപ്രകാശ് സാങ്വാൻ. 161ാമത് ജന്മദിനമാണ് ഓഗസ്റ്റില് ആചരിച്ചത്. ആരുടേതാണ്? അയ്യങ്കാളിയുടെ. അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനം 2024 ഓഗസ്റ്റിൽ ആചരിച്ചു. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. അപ്പോൾ കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. 2016 സിരിജഗൻ കമ്മിറ്റി രൂപവൽക്കരിച്ചത്. അപ്പോൾ സിരിജഗൻ കമ്മിറ്റി രൂപവൽക്കരിച്ചത് 2016 കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയാണിത് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി. ഈ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം ഏതാണ്? മൂവാറ്റുപുഴ, എറണാകുളം ജില്ല. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ട് ഏതാണ്? പ്ലൂട്ടോ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി ആരാണ്? എസ് പത്മനാഭൻ. മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ബൈജു ചന്ദ്രനാണ്. കൃതി ഏതാണ്? ജീവിത നാടകം അരുണാഭം ഒരു നാടക കാലം. 2024 ഓഗസ്റ്റില് പാരീസിൽ നടന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സത്യപ്രകാശ് സാങ്വാനെയാണ്. 2024 ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 161ാമത് ജന്മദിനമാണ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റി ഏതാണ്?
ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിനാണ് 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കൃതി നാരകങ്ങളുടെ ഉപമ. അപ്പോൾ നാരകങ്ങളുടെ ഉപമ എന്ന കൃതി ആരുടേതാണ്? സന്തോഷ് കുമാറിൻ്റെതാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? നാഗ്പൂർ. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായർക്കാണ് 2024 MK സാനു പുരസ്കാരം ലഭിച്ചത്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ 2024 വേദിയാണ് ഇന്ത്യ. അപ്പോൾ യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ 2024 വേദി എവിടെയാണ്? ഇന്ത്യ. സന്തോഷ് കുമാറിന് 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരമാണ് ലഭിച്ചത്. കൃതി ഏതാണ്? നാരകങ്ങളുടെ ഉപമ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? നാഗ്പൂർ. MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർക്കാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ 2024 വേദി എവിടെയാണ്? ഇന്ത്യ. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പ്രാപ്യം. അപ്പോൾ പ്രാപ്യം എന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പ്രാപ്യം. അപ്പോൾ പ്രാപ്യം എന്ന പദ്ധതി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ്. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി ആരാണ്? കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാന്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിക്കപ്പെട്ടത്. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ എന്നതാണ് 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി ആരാണ്? കുമാരനാശാൻ. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. പ്രാപ്യം എന്ന പദ്ധതി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാണ് പ്രാപ്യം എന്ന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ്? ബസവേശ്വര. അപ്പോൾ ബസവേശ്വരയാണ് 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പിന്റെ പേര് എന്താണ്? പോക്കറ്റ് മാർട്ട്. അപ്പോൾ എന്താണ് പോക്കറ്റ് മാർട്ട് എന്ന ആപ്പ്? കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പാണ് ഏത്? പോക്കറ്റ് മാർട്ട്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോടാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം ഏതാണ്? നന്ദിയോട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീസിയസ്. അപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഇത്? ഒഡീസിയസ്. 38ാമത് മൂലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് കെ രാജഗോപാൽ. അപ്പോൾ ആദ്യത്തെ കൂൺഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കൂൺഗ്രാമം നന്ദിയോട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏത്? ഒഡീസിയസ്.
38ാമത് മൂലൂർ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? കെ രാജഗോപാലിനാണ്. അപ്പോൾ എത്രാമത് മൂലൂർ പുരസ്കാരമാണ് 2024 കെ രാജഗോപാലിന് ലഭിച്ചത്? 38ാമത് മൂലൂർ പുരസ്കാരമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന 119ാമത് രാജ്യം ഏതാണ്? മാൾട്ട. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന 119ാമത്തെ രാജ്യം ഏതാണ്? മാൾട്ടയാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര രൂപയാണ്? 15 ലക്ഷം രൂപയാണ്. അപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 15 ലക്ഷം രൂപ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭയാണ് ഉത്തരാഖണ്ഡ് നിയമസഭ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ഉത്തരാഖണ്ഡ്. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന എത്രാമത്തെ രാജ്യമാണ് മാൾട്ട? 119ാമത് രാജ്യമാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 15 ലക്ഷം രൂപ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ഉത്തരാഖണ്ഡ്. ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി ലാവോസ്. അപ്പോൾ ആസിയാൻ ടൂറിസം ഫോറത്തിന്റെ 2024 വേദി എവിടെയാണ്? ലാവോസ്. ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. അപ്പോൾ ന്യൂറാലിങ്ക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ആദ്യമായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ചത്. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പോൾ എന്താണ് സ്നേഹഹസ്തം എന്ന പദ്ധതി? ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്, സ്നേഹഹസ്തം. ആസിയാൻ ടൂറിസം ഫോറം 2024 എവിടെയാണ് നടന്നത്? ലാവോസ് ആണ്. ആദ്യമായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹഹസ്തം പദ്ധതി. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക. 2024 വനിതാ ഏഷ്യ കപ്പ് നടക്കുന്നത് എവിടെയാണ്? ശ്രീലങ്കയിലാണ്. 2024 അക്ഷയശ്രീ പുരസ്കാരത്തിന് അർഹനായത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ്. സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ് 2024 അക്ഷയശ്രീ പുരസ്കാരം ലഭിച്ചത്. 2024 ആദ്യത്തെ സൂര്യഗ്രഹണം നടന്നത് എന്നാണ്? ഏപ്രിൽ 8. അപ്പോൾ ഏപ്രിൽ 8-നാണ് 2024 ആദ്യത്തെ സൂര്യഗ്രഹണം നടന്നത്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ്. അപ്പോൾ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KR മീരയ്ക്കാണ്. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി എവിടെയാണ്? ശ്രീലങ്ക. 2024 അക്ഷയശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. 2024 ആദ്യത്തെ സൂര്യഗ്രഹണം നടന്നത് എന്നാണ്? ഏപ്രിൽ 8. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KR മീരയ്ക്കാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ലിബു ലേക്ക് പാസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ലിബു ലേക്ക് പാസ് സ്ഥിതി ചെയ്യുന്നത്. 5334 മീറ്റർ ഉയരത്തില് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നതാണ് ലിബു ലേക്ക് പാസ്. ഈ ലിബു ലേക്ക് പാസ് ഇന്ത്യയെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാസ്സാണ് ഏത്? ലിബു ലേക്ക് പാസ്. ഇതിന്റെ ഉയരം എത്രയാണ്? 5334 മീറ്റർ ഉയരത്തിൽ ഉത്തരാഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ലിബു ലേക്ക് പാസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വ്യാപാരത്തിനും കൈലാസ് മാനസസരോവർ യാത്രാ തീർത്ഥാടനത്തിനും പ്രാധാന്യമായ ഒരു പാതയാണിത്, ലിബു ലേക്ക് പാസ്. ചൈനയുമായുള്ള വ്യാപാരത്തിനായിട്ട് ആദ്യത്തെ ഇന്ത്യൻ അതിർത്തി പോസ്റ്റാണേത്? ലിബു ലേക്ക് പാസ്. 1992 ഇത് തുറന്നത്. തുടർന്നുള്ളതാണ് ഷിപ്കില പാസും നാഥുല പാസും. അപ്പോൾ ആദ്യമേ ഏതാണ്? ലിബു ലേക്ക് പാസ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണിത് ഷിപ്കില നാഥുല പാസുകൾ. 1992 ലിബു ലേക്ക് പാസ് തുറന്നത്.
ലിബു ലേക്ക് പാസ് വഴി ചൈനയുമായുള്ള അതിർത്തി വ്യാപാരം പുനരാരംഭിക്കണമെന്ന് ഇന്ത്യൻ വ്യാപാരികൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ലിബു ലേക്ക് പാസ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കൈലാസ് മാനസ സരോവർ യാത്രാ തീർത്ഥാടനത്തിനും വ്യാപാരത്തിനും പ്രാധാന്യമായ ഒരു പാതയാണേത്? ലിബു ലേക്ക് പാസ്. 5334 മീറ്റർ ഉയരത്തിൽ ഉത്തരാഖണ്ഡിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സ്വാമി വിവേകാനന്ദ നിഷ്ത് സ്വാവലംബൻ പ്രോത്സാഹൻ സ്കീം. ഇത് ഏത് സംസ്ഥാനത്തിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്? ജാർഖണ്ഡ്. അപ്പോൾ ജാർഖണ്ഡിലെ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് സ്വാമി വിവേകാനന്ദ നിഷ്ത് സ്വാവലംബൻ പ്രോത്സാഹൻ സ്കീം. ഇത് സിക്കിൾ സെൽ അനീമിയ ഉള്ള വ്യക്തികൾക്ക് സ്വാമി വിവേകാനന്ദ നിഷ്ത് സ്വാവലംബൻ പ്രോത്സാഹൻ സ്കീമിന്റെ കീഴിൽ പ്രതിമാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട്. സിക്കിൾ സെൽ അനീമിയുള്ള വ്യക്തികൾക്കാണ് ഈ സമ്മാനം നൽകുന്നത്. ഈ പെൻഷൻ നൽകുന്നത് സ്വാമി വിവേകാനന്ദ നിഷ്ത് സ്വാവലംബൻ പ്രോത്സാഹൻ സ്കീമിന്റെ കീഴിൽ സിക്കിൾ സെൽ അനീമിയ ബാധിച്ചവർക്കാണ് പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകുന്നത്. ഇതെവിടെയാണ്? ജാർഖണ്ഡിലെ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണിത്, സ്വാമി വിവേകാനന്ദ നിഷ്ത് സ്വാവലംബൻ പ്രോത്സാഹൻ സ്കീം. അടുത്തിടെ വാർത്തകൾ കണ്ട കാവ്ലി സമ്മാനങ്ങൾ ഏതൊക്കെ മേഖലകൾക്കാണ് നൽകുന്നത്? കാവ്ലി സമ്മാനങ്ങൾ ആസ്ട്രോഫിസിക്സ്, നാനോ സയൻസ്, ന്യൂറോ സയൻസ്. ആസ്ട്രോഫിസിക്സ്, നാനോ സയൻസ്, ന്യൂറോ സയൻസ് എന്നീ മേഖലകളിലേക്കാണ് കാവ്ലി സമ്മാനങ്ങൾ നൽകുന്നത്. 2024 കാവ്ലി സമ്മാനങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഡേവിസ് ചാർബാണോ, സാറ സീഗർ എന്നിവർക്ക് എക്സോ പ്ലാനറ്റ് കണ്ടെത്തലുകൾക്കുള്ള ജ്യോതിശാസ്ത്ര സമ്മാനം ലഭിച്ചു. അപ്പോൾ എക്സോ പ്ലാനറ്റ് കണ്ടെത്തലുകൾക്കുള്ള ജ്യോതിശാസ്ത്ര സമ്മാനം കാവ്ലി സമ്മാനത്തിലെ ജ്യോതിശാസ്ത്രത്തിനുള്ള സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് ചാർബോണോയ്ക്കും സാറ സീഗർക്കും ആണ്. അടുത്തത് റോബർട്ട് ലാങ്കർ, അർമാൻഡ് പോൾ, അലി വിസാറ്റോസ്, ചാഡ് മിർക്കിൻ എന്നിവർക്ക് ബയോമെഡിക്കൽ മുന്നേറ്റങ്ങൾക്കാണ് അവാർഡ് നൽകിയത്. അപ്പോൾ നാനോ സയൻസിൽ ആർക്കൊക്കെയാണ് അവാർഡ് ലഭിച്ചത്? റോബർട്ട് ലാങ്കറിനും അർമാൻഡ് പോൾ, അലി വിസാറ്റോസിനും ചാഡ് മിർക്കിനുമാണ് കാവ്ലി സമ്മാനം ഇതിനകത്ത് ലഭിച്ചത്? നാനോ സയൻസിൽ ലഭിച്ചത്. ന്യൂറോ സയൻസില് നാൻസി കൺവിഷർ, വിൻറിച്ച് ഫ്രീവാൾഡ്, ഡോറിസ് സാവോ എന്നിവർക്കാണ് കാവ്ലി സമ്മാനങ്ങൾ ലഭിച്ചത്. അപ്പോൾ ന്യൂറോ സയൻസിൽ ആർക്കൊക്കെയാണ് കാവ്ലി സമ്മാനം ലഭിച്ചത്? നാൻസി കൺവിഷർ, വിൻറിച്ച് ഫ്രീവാൾഡ്, ഡോറിസ് സാവോ. നാൻസി കൺവിഷർ, വിൻറിച്ച് ഫ്രീവാൾഡ്, ഡോറിസ് സാവോ എന്നിവർക്കാണ് ന്യൂറോ സയൻസില് കാവ്ലി സമ്മാനങ്ങൾ ലഭിച്ചത്. 2008 ഇത് സ്ഥാപിതമായത്. ഫ്രെഡ് കാവ്ലിയെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് കാവ്ലി സമ്മാനങ്ങൾ നൽകുന്നത്. ആസ്ട്രോഫിസിക്സിനും നാനോ സയൻസിനും ന്യൂറോ സയൻസിനുമാണ് കാവ്ലി സമ്മാനങ്ങൾ നൽകുന്നത്. 2024 കാവ്ലി സമ്മാനങ്ങൾ ലഭിച്ചത് ആസ്ട്രോഫിസിക്സിൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് ചാർബോണോയ്ക്കും സാറ സീഗർക്കുമാണ്. എക്സോ പ്ലാനറ്റ് കണ്ടെത്തലുകൾക്കാണ് സമ്മാനം ലഭിച്ചത്. നാനോ സയൻസിൽ സമ്മാനം ലഭിച്ചത് റോബർട്ട് ലാങ്കർ, അർമാൻഡ് പോൾ, അലി വിസാറ്റോസ്, ചാഡ് മിർക്കിൻ എന്നിവർക്കാണ്. ബയോമെഡിക്കൽ മുന്നേറ്റങ്ങൾക്കാണ് നാനോ സയൻസിൽ ഈ 3 പേർക്കും അവാർഡ് ലഭിച്ചത്. ന്യൂറോ സയൻസിൽ നാൻസി കൺവിഷർക്കും വിൻറിച്ച് ഫ്രീവാൾഡിനും ഡോറിസ് സാവോയ്ക്കുമാണ് കാവ്ലി സമ്മാനം ലഭിച്ചത്. മുഖം തിരിച്ചറിയുന്നതിലും ബ്രെയിൻ മാപ്പിംഗിലും അവരുടെ പയനിയർ പ്രവർത്തനത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. 2008 കാവ്ലി സമ്മാനങ്ങൾ സ്ഥാപിതമാകുന്നത്. ഫ്രെഡ് കാവ്ലിയെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കാവ്ലി സമ്മാനങ്ങൾ നൽകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. അപ്പോൾ ബർദ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. 6 ഏഷ്യൻ സിംഹങ്ങള് ഗീർ വനത്തിൽ ബർദ വന്യജീവി സങ്കേതത്തിലേക്ക് കുടിയേറി. അപ്പോൾ 6 ഏഷ്യൻ സിംഹങ്ങള് ഗീർ വനത്തിൽ നിന്ന് ബർദ വന്യജീവി സങ്കേതത്തിലേക്ക് കുടിയേറി. ആഫ്രിക്കൻ സിംഹങ്ങളെക്കാൾ അല്പം ചെറുതാണ് ഈ ഏഷ്യൻ സിംഹങ്ങൾ. അപ്പോൾ ആഫ്രിക്കൻ സിംഹങ്ങളെക്കാൾ
ചെറുതാണ് ഏഷ്യൻ സിംഹങ്ങൾ. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹങ്ങളാണ്. IUCNന്റെ വംശനാശ ഭീഷണി നേരിടുന്ന പദവി ലഭിച്ച സിംഹങ്ങളാണ് ഏത്? ഏഷ്യൻ സിംഹങ്ങൾ. ഈ 6 ഏഷ്യൻ സിംഹങ്ങൾ ഗീർ വനത്തിൽ നിന്ന് ബർദ വന്യജീവി സങ്കേതത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇന്ത്യയുടെ വന്യജീവി നിയമം 1972 പ്രകാരം ഇവയെ സംരക്ഷിക്കപ്പെടുന്നതാണ്. ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലെ ഗിർവനവും മറ്റ് സംരക്ഷിത പ്രദേശങ്ങളും അവരുടെ പ്രത്യേക ആവാസ കേന്ദ്രങ്ങളാണ്. ഏഷ്യൻ സിംഹങ്ങളുടെ പ്രത്യേക ആവാസ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഗിർവനത്തിൽ നിന്നും ബർദ വന്യജീവി സങ്കേതത്തിലേക്ക് 6 ഏഷ്യൻ സിംഹങ്ങളാണ് കുടിയേറിയത്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹങ്ങളാണ് ഈ ഏഷ്യൻ സിംഹങ്ങൾ. അപ്പോൾ ബർദ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഗീർ വനത്തിലേക്കാണ് ഈ സിംഹങ്ങൾ കുടിയേറിയിരിക്കുന്നത്. ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ബർദ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, അംബുബാച്ചി മേള ഏത് സംസ്ഥാനത്തിന്റെ വാർഷിക ഉത്സവമാണ്? അംബുബാച്ചി മേള ആസാമിന്റെ. അപ്പോൾ അസമിന്റെ വാർഷിക ഉത്സവമാണ് ഏത്? അംബുബാച്ചി മേള. അംബുബാച്ചി മേള ഏത് സംസ്ഥാനത്തിന്റെ വാർഷിക ഉത്സവമാണ്? അസം. സാലിഹുണ്ടം ബുദ്ധപൈതൃക സ്ഥലം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആന്ധ്രാപ്രദേശ്. അപ്പോൾ സാലിഹുണ്ടം ബുദ്ധപൈതൃക സ്ഥലം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. മഹാരാഷ്ട്രയിലെ ഏത് കടുവാ സങ്കേതത്തിലാണ് കാട്ടുതീ നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള വിപുലമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ആരംഭിച്ചത്? പെഞ്ച് ടൈഗർ റിസർവിലാണ്. അപ്പോൾ പെഞ്ച് ടൈഗർ റിസർവിലാണ് കാട്ടുതീ നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള വിപുലമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ആരംഭിച്ചത്. അപ്പോൾ പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്രയിലാണ് പെഞ്ച് ടൈഗർ റിസർവ്. 1975 ദേശീയോദ്യാനമായിട്ടും 1992 ടൈഗർ റിസർവ് ആയിട്ടും പെഞ്ച് ടൈഗർ റിസർവിനെ മാറ്റിയപ്പോൾ പെഞ്ച് ടൈഗർ റിസർവ് 1975 എന്തായിരുന്നു? ദേശീയോദ്യാനമായിട്ടും 1992 ടൈഗർ റിസർവുമായിട്ട് മാറി. അപ്പോൾ അംബുബാച്ചി മേള ഏത് സംസ്ഥാനത്തിന്റെ വാർഷികോത്സവമാണ്? അസമിന്റെയാണ്. സാലിഹുണ്ടം ബുദ്ധപൈതൃക സ്ഥലം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. പെഞ്ച് ടൈഗർ റിസർവിനെ ദേശീയോദ്യാനമായി മാറ്റിയതെന്നാണ്? 1975 ടൈഗർ റിസർവായിട്ട് മാറുന്നത് 1992. ഇന്ത്യൻ നാടോടി ഗോത്രകലകളുടെ ആകർഷകമായ പ്രദർശനമാണ് ഹുനാർ പ്രദർശനം. ഇത് അടുത്തിടെ നടന്ന നഗരം എവിടെയാണ്? ദുബായിലാണ്. അപ്പോൾ ദുബായിലാണ് ഹുനാർ പ്രദർശനം നടന്നത്. ഇന്ത്യൻ നാടോടി ഗോത്രകലകളുടെ ആകർഷകമായ പ്രദർശനമാണ് ഇത് ഹുനാർ പ്രദർശനം. ഇത് നടന്നത് ദുബായിലാണ്. അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ജാം സാഹിബ് ഓഫ് നവനഗർ ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? പോളണ്ട്. അപ്പോൾ നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? പോളണ്ട്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1 മുതലാണ് ഈ 3 നിയമങ്ങളും പ്രാബല്യത്തിൽ വന്നത്. ഏതൊക്കെയാണ്? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2024 ജൂലൈ 1. ഇന്ത്യൻ നാടോടി ഗോത്രകലകളുടെ ആകർഷകമായ പ്രദർശനമാണ് ഹുനാർ പ്രദർശനം. ഇതെവിടെയാണ് നടന്നത്? ദുബായിലാണ്. ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോളണ്ടിലാണ്. ഇത് അടുത്ത സമയത്ത് നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? പമേല അന്ന മാത്യു. അപ്പോൾ 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? പമേല അന്ന മാത്യു.
2024 മാർച്ച് 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പദ്ധതി പ്രകാരമാണ് 1 ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് വായ്പ വിതരണം ചെയ്തത്? പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി പ്രകാരമാണ് 2024 മാർച്ച് 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് വായ്പ വിതരണം ചെയ്തത്. യോഗ മഹോത്സവ് 2024 തീം എന്താണ്? സ്ത്രീ ശാക്തീകരണത്തിനുള്ള യോഗ. അപ്പോൾ 2024 യോഗ മഹോത്സവത്തിന്റെ തീം എന്താണ്? സ്ത്രീ ശാക്തീകരണത്തിനുള്ള യോഗ. ഇന്ത്യൻ നാടോടിഗോത്ര കലകളുടെ ആകർഷക പ്രദർശനമായ ഹുനാർ പ്രദർശനം എവിടെയാണ് നടന്നത്? ദുബായിലാണ്. ജാം സാഹിബ് നവനഗർ സ്മാരകം എവിടെയാണ്? പോളണ്ടിലാണ്. 2024 മാർച്ച് 12 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഓഫ് സിവിൽ ലോയുടെ ഓണററി ബിരുദം നൽകിയ സർവകലാശാല ഏത്? മൗറീഷ്യസ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ മൗറീഷ്യസ് യൂണിവേഴ്സിറ്റി 2024 മാർച്ച് 12 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഓഫ് സിവിൽ ലോയുടെ ഓണററി ബിരുദം നൽകി. ഗോർസം കോറ ഉത്സവം ഏത് സംസ്ഥാനത്തിന്റെ ഉത്സവമാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിന്റെ ഒരു ഉത്സവമാണേത്? ഗോർസം കോറ ഉത്സവം. ആദ്യത്തെ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത് ഏത് രാജ്യത്താണ്? കാഠ്മണ്ഡു, നേപ്പാൾ. ആദ്യത്തെ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത് ഏത് രാജ്യത്താണ്? കാഠ്മണ്ഡുവിലും നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ആദ്യത്തെ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത്. ദശാബ്ദങ്ങൾ പഴക്കമുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള ആംനസ്റ്റി സ്കീം 2024 ആരംഭിച്ച കേരളത്തിലെ ഏത് വകുപ്പാണ്? സംസ്ഥാന ചരക്കു സേവന നികുതിയാണ്. SGST എന്താണ്? സംസ്ഥാന ചരക്ക് സേവന നികുതിയാണ് ദശാബ്ദങ്ങൾ പഴക്കമുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി ആംനസ്റ്റി സ്കീം 2024 ആരംഭിച്ച വകുപ്പ്. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏത്? MA ഖാദർ കമ്മിറ്റിയാണ്. ഖാദർ കമ്മിറ്റിയാണ് കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. മികവിനുള്ള വിദ്യാഭ്യാസം എന്ന റിപ്പോർട്ടിന്റെ 2ാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നത്. പ്രൊഫസർ MA ഖാദർ ചെയർമാനായ വിദഗ്ധ സമിതിയാണ് മികവിനുള്ള വിദ്യാഭ്യാസം എന്ന റിപ്പോർട്ടിന്റെ 2ാം ഭാഗം പുറത്തിറക്കിയത്. അപ്പോൾ കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? MA ഖാദർ കമ്മിറ്റി. ആസിയൻ ടൂറിസം ഫോറം 2024 വേദി ലാവോസിലാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. എന്താണ് സ്നേഹഹസ്തം പദ്ധതി? ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണേത്? സ്നേഹഹസ്തം പദ്ധതി. ലിബുലേക്ക് പാസ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ലിബുലേക്ക് പാസ് സ്ഥിതി ചെയ്യുന്നത്. സ്വാമി വിവേകാനന്ദ നിഷ്ഠ സ്വലംബൻ പ്രോത്സാഹൻ സ്കീം ഏത് സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്? ജാർഖണ്ഡിലെയാണ്. സിക്കിൾ സെൽ അനീമിയുള്ള വ്യക്തികൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്നതാണ് എന്ത്? സ്വാമി വിവേകാനന്ദ നിഷ്ഠ സ്വലംബൻ പ്രോത്സാഹൻ സ്കീം. 2024 മാർച്ച് 12 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഓഫ് സിവിൽ ലോയുടെ ഓണററി ബിരുദം നൽകിയ സർവകലാശാല ഏതാണ്? മൗറീഷ്യസ് യൂണിവേഴ്സിറ്റി. ഗോർസഗോറ ഉത്സവം ഏത് സംസ്ഥാനത്തിന്റെ ഉത്സവമാണ്? അരുണാചൽ പ്രദേശിന്റേതാണ്. അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത് ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് നടന്നത്. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? പ്രൊഫസർ MA ഖാദർ കമ്മിറ്റിയാണ്. ആംനസ്റ്റി സ്കീം 2024 ആരംഭിച്ച കേരളത്തിലെ ഏത് വകുപ്പാണ്? സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോർസം കോറ ഉത്സവം ഏത് സംസ്ഥാനത്തിന്റെ ഉത്സവമാണ്? അരുണാചൽ പ്രദേശിന്റെ ഉത്സവമാണ് ഗോർസം കോറ ഉത്സവം. അംബുബാച്ചി മേള എവിടെയാണ്? അസമിലാണ്. സാലികുണ്ടം ബുദ്ധപൈതൃക സ്ഥലം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ദേശീയോദ്യാനമാകുന്നത് 1975 ടൈഗർ റിസർവ് ആകുന്നത് എന്നാണ്? 1992. ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. കാവലി സമ്മാനങ്ങൾ ഏതൊക്കെ മേഖലകൾക്കാണ് നൽകുന്നത്? ആസ്ട്രോഫിസിക്സിന്, നാനോ സയൻസ്, ന്യൂറോ സയൻസ് എന്നീ മേഖലകൾക്ക് നൽകുന്നതാണ് ഏത്? കാവലി സമ്മാനങ്ങൾ.
സ്വാമി വിവേകാനന്ദ നിഷ്ഠ സ്വാവലംബൻ പ്രോത്സാഹൻ സ്കീം ജാർഖണ്ഡിലാണ്. അക്ഷയശ്രീ പുരസ്കാരം ആർക്കാണ് 2024 ലഭിച്ചത്? സെബാസ്റ്റ്യൻ ബി അഗസ്റ്റിനാണ്. ആദ്യത്തെ കൂൺഗ്രാം എവിടെയാണ്? നന്ദിയോടാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ആദ്യത്തേത് എവിടെയാണ്? തളിപ്പറമ്പ്. ഒഡീസിയസ് എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകമാണേത്? ഒഡീസിയസ്. 38ാമത് മൂലൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ലഭിച്ചത് കെ രാജഗോപാലിനാണ്. AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. പോക്കറ്റ് മാർട്ട് എന്താണ്? കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പാണ് ഇത് പോക്കറ്റ് മാർട്ട്. നാരകങ്ങളുടെ ഉപമ എന്ന കൃതി ആരുടേതാണ്? ഈ സന്തോഷ് കുമാറിനാണ്. ഈ സന്തോഷ് കുമാറിനെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതിയാണിത് നാരകങ്ങളുടെ ഉപമ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? നാഗ്പൂരാണ്. 2024 MK സാനു പുരസ്കാരം ലഭിച്ചതാർക്കാണ്? MD വാസുദേവൻ നായർക്കാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ 2024 വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. പ്രാപ്യം എന്താണ്? പ്രാപ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണിത്. പ്രാപ്യം ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. ബൈജു ചന്ദ്രനാണ് മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 ലഭിച്ചത്. ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന കൃതിക്കാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം ഏതാണ്? മൂവാറ്റുപുഴയാണ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേന മേധാവി ആരാണ്? S പത്മനാഭൻ. കേരളീയനായ ആദ്യത്തെ സൈനിക മേധാവി ആരാണ്? അത് S പത്മനാഭനാണ്. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ട് ഏതാണ്? പ്ലൂട്ടോ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്